വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ എ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോംസ് അല്ലെങ്കിൽ ഒരു ഭിന്നം പല രൂപം. നമ്മളതിൻ്റെ ഒരു പാർട്ട് ഇട്ടായിരുന്നു. അതായത് ഫ്രാക്ഷൻ എന്നാൽ എന്തെന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കുഞ്ഞുങ്ങളെ. എന്താണ്, കാരണം ഫ്രാക്ഷൻ എന്നല്ലേ പാഠത്തിൻ്റെ പേര്, അതുകൊണ്ട് എന്താണെന്നൊന്ന് എഴുതി വെച്ചെന്നേ ഉള്ളൂ. അതായത് ഒരു ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ എന്നാൽ ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്നത് ഡിവിഷൻ കേട്ടോ. ഇപ്പോൾ 4/5 ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്നതാണ് കറക്റ്റ് എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിളും ഞാൻ ഉൾപ്പെടെ പഠിപ്പിച്ചു. ഇപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് ന്യൂമറേറ്റർ ഏതാണ് ഡിനോമിനേറ്റർ ഏതാണെന്ന് വേർതിരിച്ച് എഴുതാനൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫ്രാക്ഷനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. ഇതിനകത്ത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇക്വലൻ്റ് ഫ്രാക്ഷൻ എന്നാൽ എന്ത് കേട്ടോ. അതെന്നാൽ എന്തെന്ന് മാത്രമേ നമുക്ക് അതിനകത്തിൽ പഠിക്കാനുള്ളൂ. പിന്നെ ഞാൻ കുറേ എന്താ ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ പഠിപ്പിച്ചു. ഫസ്റ്റ് ലിങ്ക് കയറി കാണണേ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനി വീണ്ടും ഇതെടുത്ത് ഒന്നേന്ന് പറയേണ്ടി വരും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു സർക്കിൾ എന്ന് വെച്ചാൽ ഒരു ഫുള്ള് അല്ലേ, അതിനെ നമ്മൾ തുല്യ 2 സമഭാഗങ്ങളാക്കി മാറ്റി അല്ലേ. അപ്പം നമ്മൾ അതിനെന്താ, ഇതിൻ്റെ പകുതിയാണിത് അല്ലേ. പകുതി അല്ലേ, പകുതിയും കൂടെ ചേരുമ്പോഴല്ലേ ഒരു ഫുള്ളാവുന്നത്. അപ്പോൾ ഇത് 1/2 ഇത് 1/2 ആണ്. അതുപോലെ തന്നെ ഒരു ഫുള്ളിനെ നമ്മൾ എന്ത് ചെയ്തു, 4 തുല്യ ഭാഗങ്ങളായിട്ട് അല്ലേ, 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അതിലൊരു ഭാഗമാണിത്, ഒരു ഭാഗമാണിത്, ഒരു ഭാഗമാണ്. കാണുമ്പോഴേ അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ 1/2 എന്ന് വെച്ചാൽ ഹാഫാണ് അല്ലേ, പകുതി. ഈ പകുതിയെ വീണ്ടും നമ്മൾ എന്താ നോക്കിയേ, ഈ പകുതിയെ നമ്മൾ നോക്കിയേ വീണ്ടും 2ആയിട്ട് മുറിച്ചാൽ ഓക്കെ, ഇത് 4ൽ എന്താ നോക്കിയാൽ 1, 4ൽ 1 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 4ൽ 2 എന്നും പറഞ്ഞുകൂടായോ. 1/2 നമുക്ക് 4ൽ 2 എന്നും പറയാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറേ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ ചെയ്തായിരുന്നു. ഒന്നാമത്തെ പാർട്ട് കണ്ടുകാർക്ക് മനസ്സിലായി കാണുമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സമയമെടുത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്ന സംഖ്യകൾ എന്നതാണ്. ഇഫ് വി മൾട്ടിപ്പിൾ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എനി ഫ്രാക്ഷൻസ് ബൈ ദ സെയിം ന്യൂമറേറ്റർ വി ഗെറ്റ് ആണ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ. അതായത് ഏത് ഭിന്നസംഖ്യയുടെയും അംശത്തെയും ഛേദത്തെയും ഒരേ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഭിന്നസംഖ്യയുടെ തന്നെ ഒരു രൂപമാകുമെന്നാ വല്ലോ. മനസ്സിലായോ നിങ്ങളെ? അതായത് എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ 1/2 ഞാൻ നോക്കി നിങ്ങളെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 2/3 എന്ന് പറയുക. 2/3യുടെ ഇക്വലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 1 വെച്ച് ചെയ്യുക. ഇനി ഈ 2/3യെ നമ്മൾ എന്താ 2 വെച്ച് ചെയ്യുക. 2/3യെ നമ്മൾ എന്താ 3 വെച്ച് ചെയ്യുക. മനസ്സിലായോ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അംശത്തെയും ഛേദത്തെയും ഒരേ നമ്പർ വെച്ച് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇപ്പം മുകളിൽ 1 ആണെങ്കിൽ താഴെ 1, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, അതായത് ഒരേ നമ്പർ വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് എന്താ ഓക്കെ 2/3, ഇവിടെയൊക്കെ 4/6, ഇവിടെയൊക്കെ 6/9, ഇവിടെ എല്ലാം നമുക്ക് എന്താ കിട്ടി? ഓക്കെ 2/3 കിട്ടി, 4/6 കിട്ടി, 6/9 കിട്ടി ഇല്ലയോ? ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ നോക്കിയേ, മുകളിൽ നമുക്ക് 2ൻ്റെ ടേബിളാണ് കിട്ടിയത്, താഴെ നമുക്കോ 3ൻ്റെ ടേബിളാണ് കിട്ടിയത്. അപ്പം മനസ്സിലായോ? ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 2/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, മുകളിൽ നമുക്ക് 2ൻ്റെ ഇത് എത്ര എണ്ണമാണോ നമ്മളോട് എഴുതാൻ പറയുന്നത് അത്ര എണ്ണം അങ്ങ് എഴുതുക എന്നുള്ള. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളാണ്ട് ഇവിടെ ചെയ്ത് ഒരുപാട് കാണിച്ചായിരുന്നു കേട്ടോ. 5/6ൻ്റെയും 2/3യുടെയും ഒക്കെ ചെയ്തതാണ്. ഓക്കെ, ഇതും പഠിച്ചു. അപ്പോൾ നമ്മൾ അത്രയായിരുന്നു ഒന്നാമത്തെ പാർട്ടിൽ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഈക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ 1/2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. 1/2നെ ആദ്യമേ നമ്മൾ 1/1 വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 2/4 കിട്ടും. വീണ്ടും അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഏത് സംഖ്യയാണോ എടുക്കുന്നത്, ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണിക്കുന്നു. നോക്കിയേ 1/2 അല്ലേ, 1/2നെ നമ്മൾ എന്താ 1 വെച്ച് ആദ്യം ചെയ്തു. പിന്നെ 1/2നെ നമ്മൾ 2 വെച്ച് ചെയ്തു. പിന്നെ 1/2നെ നമ്മൾ 3 വെച്ച് ചെയ്തു. കണ്ടോ, ഒരേ സംഖ്യ തന്നെ വേണം മുകളിലും താഴെയും കൊടുക്കാൻ. 1/2നെ നമ്മൾ 4 വെച്ച് ചെയ്തു. അപ്പോൾ 1/2, 1 × 2/4, 1 × 3, 2 × 6, 1 × 4, 2 × 8. നോക്കിക്കേ 1/2 നോക്കൂ നിങ്ങളെ, ഇവിടെ കിട്ടിയ തന്നെ അല്ലേ ഇത് 1/2, 2/4, 3/6, 4/8 അല്ലേ. ഇങ്ങനെ ഇത്രയും കിടന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നോക്കിക്കേ
ടേബിൾ അതുപോലെ പോയി നോക്കൂ നിങ്ങളെ, മുകളിൽ തന്ന ന്യൂമറേറ്റർ അല്ലേ അംശത്തിൻ്റെ ടേബിൾ അല്ലേ ഈ പോയിരിക്കുന്നത് കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. ഇവിടെ താഴെ നോക്കിയേ, ഡിനോമിനേറ്റർ 2 അല്ലേ, 2ൻ്റെ ടേബിൾ അല്ലേ ഈ പോയിരിക്കുന്നത്. അതായത് 1/2 തുല്യമാണ് 2/4. അതിൻ്റെ അത്രയും തന്നെ വാല്യൂ ആണ് എന്താ 3/6. അതുപോലെ തന്നെയാണ് 4 അതേ വാല്യൂ തന്നെയാണ് ഇതിനെല്ലാം കേട്ടോ. ഇനി എത്ര വേണോലും നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2/4 എന്ന് വെച്ചാലോ, നമുക്ക് എന്താ ഇങ്ങനെ കിടന്ന് 1 2 3 ചെയ്യേണ്ട, ഒറ്റയടിക്ക് നമുക്കറിയാം എന്താ 2ൻ്റെ ടേബിളാണ് 4ൽ അല്ല മേളിൽ, 4ൻ്റെ ടേബിളാണ് താഴെ. അങ്ങനെയാണെങ്കിൽ 3/5 എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായോ? ഇത്രയും കിടന്ന് നമ്മൾ ഇങ്ങനെ കിടന്ന് വെട്ടി ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതണ്ട, ഇങ്ങനെ എളുപ്പവഴി എഴുതാം. 3ൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു 3 അല്ലേ, 2 × 3 6, 3 ഒരു 3 3 2 3 6 3 3 9 4 3 12 5 3 15 6 3 18 അല്ലേ. ടേബിൾ അങ്ങനെ എഴുതാം. താഴെ നോക്കിയേ, ബൈ താഴെ 5 അല്ലേ, 10 15 20 25 30 ഇങ്ങനെ വേണേൽ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും ഓക്കെ ആണോ? ഇത് റഫായിട്ട് ഇക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നങ്ങൾ എന്താണെന്ന്, തുല്യ ഭിന്നസംഖ്യകൾ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത് കേട്ടോ. കാരണം അതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. പേജ് നമ്പർ 24 കേട്ടോ. ഒരു മിനിറ്റ്. അതായത് ടെസ്റ്റിൽ നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് പേജിൽ അംശവും ഛേദവും, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്താണെന്നായിരുന്നു ഫസ്റ്റ് പേജിൽ പറഞ്ഞത്. സെക്കൻഡ് പേജിൽ അതിനെക്കുറിച്ച് പടങ്ങളൊക്കെ നമ്മളെ വട്ടം വരച്ചും കേട്ടോ നമ്മൾ പഠിച്ചല്ലോ. വട്ടത്തിലാണെങ്കിലും അത് ഞാൻ പറഞ്ഞായിരുന്നു, അതിപ്പോൾ നല്ല റെക്റ്റാങ്കിൾ ആണെങ്കിലും കേട്ടോ മൊത്തം എത്ര എണ്ണം ഉണ്ട് അത് താഴെ എഴുതണം, നമ്മൾ എത്ര എണ്ണമാണോ ഷെയ്ഡ് കൊടുത്ത് അത് മേളിൽ എഴുതണമെന്നൊക്കെയാണ് രണ്ടാമത്തേതിൽ പറയുന്നത്. മൂന്നാമത്തതിൽ എന്താ ഈ ഈക്വലൻ്റ് ഫ്രാക്ഷൻ്റെ വേറെ കേട്ടോ എന്ന് വെച്ചാൽ അതിനെ അവർ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നോ അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയുന്നത് 50/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, 50/100 അത് ഞാൻ ഫസ്റ്റ് ഇതിലും പറഞ്ഞതാണ് അല്ലേ. അവർ പറയുന്നത് എന്താ, ചുവട്ടിലെ 100 എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ 100 എന്ന സംഖ്യ ആകെ എത്ര എണ്ണം ആക്കി ഞാൻ പറഞ്ഞില്ലേ, അത് കാണിച്ചല്ലേ, മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കാനാണ് 100. അതിലെത്ര ഭാഗമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് 50. തിരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ അതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലെങ്കിൽ അംശമെന്നും ഛേദമെന്നും ഒക്കെ പറയുന്നതിനെ കുറിച്ചാണ്. ഈക്വലൻ്റ് ഫ്രാക്ഷൻ നല്ലപോലെ അറിയണം നിങ്ങൾ, അതിനെക്കുറിച്ച് ഒത്തിരിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ എന്താ അതിനെക്കുറിച്ച് എന്താ ഇപ്പോൾ 1/3 തരുന്നെങ്കിൽ ടെസ്റ്റിൽ ഇതൊന്നും അല്ല ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതറിയാവുന്ന ഒരാൾക്ക് ഇപ്പോൾ 1/3 ആണ് ടെസ്റ്റിൽ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്തുകൂടായോ നിങ്ങൾ? എന്താ 1 കഴിഞ്ഞാൽ 2 അല്ലേ, 2 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 5 ആണ്. 3ൻ്റെ ടേബിളോ 3 6 അല്ലേ, മുമ്പ് നമ്മൾ 9 12 15 അല്ലേ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ടെസ്റ്റിൽ 1/3 തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാം കേട്ടോ. ഇത് അറിയണേ, ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും മോഡൽ പഠിച്ചു വെച്ചേക്കണം. അങ്ങനെ പേജ് നമ്പർ 24 നമുക്ക് കൊടുത്തേക്കുന്നത് എന്താ, ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. നോക്കണേ നിങ്ങളെ, ചുവടെ തന്നിരിക്കുന്ന അതായത് ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ കമൻറ്റ് കണ്ടു നിങ്ങളെ, ഇംഗ്ലീഷിൽ പറഞ്ഞു തരണേ എന്ന്. ഇതിനകത്തിൽ എന്താ ഫ്രാക്ഷനാണ് ഈ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, ഫ്രാക്ഷനെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. പിന്നെ ഛേദവും അംശവും ഞാനെല്ലാം മലയാളത്തിൽ എഴുതി കാണിച്ചില്ലേ. അംശത്തിനെ ന്യൂമറേറ്റർ എന്നും ഛേദത്തിനെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 1/2 24 ഛേദമായ രൂപം. ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ആവും നിങ്ങളെ കേട്ടോ. ഡിനോമിനേറ്റർ തന്നെയാണ് നമ്മൾ ഛേദം എന്ന് പറയുന്നത്. 1/2 നോക്കി ഏതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇത്രയും എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 24 ഛേദം എന്ന് വെച്ചാൽ എന്താ, ഡിനോമിനേറ്റർ കണ്ടോ ഇങ്ങനെ. അപ്പം ഇവിടെ എത്ര ആണെന്ന് നമ്മൾ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഫ്രാക്ഷനിൽ എഴുതാൻ. ഫ്രാക്ഷൻ ആയോ ഇത്? ഇവിടെയും കൂടെ ആയെങ്കിലല്ല അത് ഫ്രാക്ഷൻ ആവത്തുള്ളൂ നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? 1/2 ഈസിക്കൽ എന്ന് വെച്ചാൽ 1/2ൻ്റെ അതേ വാല്യൂ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇതിന് എളുപ്പവഴി എങ്ങനെയാ? എളുപ്പവഴിയല്ല, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ. ഇവിടെ 24 ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഉണ്ട്, പക്ഷേ ന്യൂമറേറ്റർ നമുക്ക് തന്നിട്ടില്ല. അതാണ് സംഭവം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. നോക്കൂ നിങ്ങളെ, 2ഉം 24ഉമാണ്. ഇതിനുള്ള എളുപ്പവഴി എന്താണെന്നറിയോ? തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ഇതിലേതാ? 24 ആണോ 2 ആണോ? 2 ആണ് അല്ലേ. 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 24 കിട്ടും? 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു അതായത് മൾട്ടിപ്പിൾ ഗുണിച്ചാൽ നമുക്ക് 24 കിട്ടും? എത്ര ആവും നിങ്ങളെ? എത്ര? 12 ആണ് അല്ലേ. 12 2 അല്ലേ, 12.
12 2 24. ആ 12 തന്നെ നമ്മൾ മേളിലും ഇട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത് അത് തന്നെ വരയ്ക്ക് മുകളിലും ഇട്ട് കൊടുക്കണം. നോക്കിയേ, 1 × 12 എത്രയാണ്? 12. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫ്രാക്ഷൻ ആയില്ലേ, പിന്നെ സംഖ്യ ആയില്ലേ? മനസ്സിലായോ? നമുക്ക് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. പിന്നെ സംഖ്യകൾ കണ്ടുപിടിക്കുക, അല്ലെ ഫ്രാക്ഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയേ, 1/2 24 അംശമായ രൂപം എഴുതുക. നോക്കൂ നിങ്ങളെ, 1/2 തന്നിട്ടുണ്ട്. 24 അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററാണ്. 24 നോക്കിക്കേ, ബൈ, അതായത് അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററേ തന്നിട്ടുള്ളൂ, ഡിനോമിനേറ്റർ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാ കേട്ടോ, എളുപ്പ വഴിയാട്ടോ ഇതല്ല. 1/2 തന്നിട്ടുണ്ട്, 24 അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ തന്നിട്ടുണ്ട്, ഡിനോമിനേറ്റർ തന്നിട്ടില്ല. നമ്മൾ പഠിച്ച എന്താ ഇപ്പം അങ്ങോട്ട് പറഞ്ഞല്ലേ, തന്നിരിക്കുന്നത് എടുക്കുക, ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. 1ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്തപ്പോഴാവും നിങ്ങളെ 24 കിട്ടിയത്? 24 തന്നെ അല്ലേ? 1 × 24 24 ആണ്. അപ്പോൾ ആ 24 തന്നെ താഴെ കൊടുക്കുക. മനസ്സിലായോ? നമ്മൾ ഇവിടെ മേളിലോ താഴെയോ എന്താ ഒരേ സംഖ്യ എപ്പോഴും എടുക്കാം. ഇവിടെ നമ്മൾ 12 എടുത്തപ്പോൾ മേളിലും 12, ഇവിടെ 24 എടുത്തപ്പോൾ ഇവിടെ 24. നോക്കൂ നിങ്ങളെ, 24 × 2 ആണ് ഇവിടെ വരുന്നത്. എത്ര? 48 അല്ലേ? സംശയമുണ്ടോ? 24 × 2 2 4 8 2 2 4 48. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അംശവും ഛേദവും അല്ലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തുവാന്ന് അറിഞ്ഞാൽ മതി. നോക്കൂ, അടുത്ത 1/3 എന്തോ തന്നിരിക്കുന്നത്? 24 ഛേദം. ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ആണ്. നോക്കൂ നിങ്ങളെ, ഡിനോമിനേറ്റർ നമുക്ക് എത്ര? 24 തന്നിട്ടുണ്ട്, ന്യൂമറേറ്റർ തന്നിട്ടില്ല, അംശം തന്നിട്ടില്ല. എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന ചെറിയ സംഖ്യ നോക്കുക, അതിൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്? എത്ര ഞങ്ങളെ? 3 × 8 ആണ് 24. അപ്പോൾ ആ 8 തന്നെ വേണം മേളിലും കൊടുക്കാൻ. നോക്കിയേ, 1 × 8 8. ഇപ്പം പിടികിട്ടിയോ? എളുപ്പമല്ലേ? എളുപ്പമില്ലയോ നിങ്ങളെ? പല ടീച്ചർമാരും പല രീതിയിലും പഠിപ്പിക്കും. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയുന്നത് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആര് പഠിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങളെ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇടുന്നതേ ഇല്ല. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ബാക്കിയായിട്ട് ഇടുന്നത് കേട്ടോ. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങളെ, അടുത്ത 1/3 നോക്കിയേ, 24 അംശമാണ്. അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ 24. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ അല്ലേ, ഛേദം തന്നിട്ടില്ല. നോക്കൂ നിങ്ങളെ, 1 × എത്ര ആണ് 24? 1 × 24 ആണ് 24 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 24. മുകളിൽ എന്താണോ വരുന്നത് അല്ലേ, താഴെ എന്താണോ വരുന്നത് അത് തന്നെ വരത്തുള്ളൂ അല്ലേ? 24 × 3 എത്ര ആണ്? 24 × 3 4 3 12, ശിഷ്ടം 1 2 3 72 അല്ലേ? 4 3 12, ശിഷ്ടം 1 2 3 6 72. അപ്പോൾ ഇവിടെ എത്രയാ? 72. 24/72. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതായത് അംശവും ഛേദവും എന്തുവാന്ന് പഠിക്കുക. അതായത് മുകളിലാണോ താഴെയാണോ, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുക. ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളെ? 1 × 8 8, 3 × 8 24, 1 2 24, 48 2 4 8 2 2 48, 24 1 20. ഓക്കെ, അതെല്ലാം ശരിയാ. 24 × 1 24, 24 3 12, 2 3 6 1 72. ഓക്കെ ആണോ? അടുത്ത നോക്കിയാൽ ലാസ്റ്റിലത്തെ 5ാമത്തെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. 1/4 100 അംശം. അംശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുകളിൽ വരുന്ന ന്യൂമറേറ്ററിനാണ് അംശം എന്ന് പറയുന്നത് അല്ലേ? 100 അല്ലേ? അപ്പം നമുക്ക് എന്താ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തന്നിട്ടില്ല. തന്നിട്ടില്ലാത്തത് ഏതാണെന്ന് നോക്കുക എന്നല്ലേ? അപ്പം എന്താ തന്നത് നോക്കുക. തന്നത് ഏതാ? 1 ഉം 100. ചെറിയ സംഖ്യയെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ വലിയ സംഖ്യ കിട്ടും? ചെറിയ സംഖ്യ 1 ആണ്. 1 × 100 ആണ് അല്ലേ കുഞ്ഞുങ്ങളെ? 1 × 100 ആണ് 100. അപ്പം ഇവിടെ എന്തെഴുതണം? 100 തന്നെ പറ്റത്തുള്ളൂ. അപ്പം എന്താ? 4 × 100 400. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അത്രയും നോക്കിക്കേ. പേജ് നമ്പർ 24ൻ്റെ ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. അത്രയും കണ്ടായിരുന്നോ? അതിനകത്തിൽ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്രയും. അത് നമ്മൾ അത്രയും ചെയ്തു. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കാണുക
അല്ലേ? അല്ല, രണ്ടാമത്തെ ഒരെണ്ണോടുണ്ടോ നിങ്ങൾ? അതായത് തൻ്റെ ഈ ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ, ഡിഫറൻറ്റ് ഫോം എഴുതാൻ. നമ്മളിപ്പോൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻ പഠിച്ചതാ അല്ലേ? അതുകൊണ്ട് നമുക്കറിയാം. അറിയത്തില്ലയോ നിങ്ങളെ? അറിയാവോ? 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക, ഡിഫറൻറ്റ് ഫോം. നമുക്കറിയാം എന്താ. 1/4നെ ഞങ്ങൾ 1 വെച്ച് ചെയ്തു, 1/4നെ ഞങ്ങൾ 2 വെച്ച് ചെയ്തു, പിന്നെ 1/4നെ ഞങ്ങൾ 3 വെച്ച് ചെയ്തു, 1/4നെ ഞങ്ങൾ 4 വെച്ച്. ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മളോട് 3 വ്യത്യസ്ത രൂപങ്ങളെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നോക്കിയേ, 1 × 1, 1 × 2, 1 × 4, 4. അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ രൂപം നോക്കിയേ, 2 വെച്ച് 1 2 2 2 4 8 രണ്ടാമത്തെ രൂപം. അടുത്ത 1 3 3 4 3 12. അടുത്ത 1 4 4 4 4 16. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ നമ്മൾ പഠിച്ചതാ എന്താ നിങ്ങളെ? 1/4 എന്ന് കേൾക്കുമ്പോഴേ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്താ അതിൻ്റെ ടേബിൾ 1 കഴിഞ്ഞാൽ പിന്നെ 2 3 4 5 ഇങ്ങനെ എഴുതാം അല്ലേ? 4ൻ്റെ ടേബിളോ നിങ്ങൾ? 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എത്ര വേണമെങ്കിലും, 3 എണ്ണമല്ല, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾ? ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പം നമ്മളോട് 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങളെ ചോദിച്ചുള്ളെങ്കിൽ നമുക്ക് എന്തെഴുതാം? 1/4 തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ബാക്കി എഴുതിയാൽ മതി അല്ലേ? 1/4ന്റെ വേറെ 3 എണ്ണമായപ്പോൾ 2/8, 3/12, പിന്നെന്താ 4/16. എത്ര വേണമെങ്കിലും എഴുതി കൂടായോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ചുവടെ പറയുന്ന സംഖ്യാജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. നോക്കണേ നിങ്ങൾ. എൻ്റെ എന്താ നമുക്കിവിടെ സംഖ്യാ ജോഡികൾ തന്നിട്ടുണ്ട് അല്ലേ? ഡിഫറൻറ്റ് ജോഡിയായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഛേദം എന്ന് വെച്ചാൽ എന്താണ്? ഡിനോമിനേറ്ററിൻ്റെ 3 രൂപങ്ങൾ, ഒരേ ഛേദമുള്ള 3 രൂപങ്ങൾ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമുക്ക് തന്ന 2 ഇതൊക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ? 1/2ഉം 1/3യുമാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം എന്താ, നമ്മളിനി ഇത്രയും കിടന്നൊന്നും ചെയ്യേണ്ട. നമുക്കറിയാം എന്താ തന്നിരിക്കുന്ന മുകളിൽ തന്നതാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ 2 3 4 5 6 7 8 9 10. കാരണം എന്താ? 1ൻ്റെ ടേബിളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ന്യൂമറേറ്റർ അല്ലേ അംശം എന്ന് പറയുന്നത്, 1ൻ്റെ ടേബിളാണ്. അത് നമുക്കറിയാം. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്നത് 2 ആണ്. 2 4 4 6 8 10 12 14 16 18 20. കോമ ഇട്ടോണേ, അല്ലെങ്കിൽ കോമ അല്ല ഈക്വൽ, ഇതിന് ഈക്വലാണ് ഇത് അല്ലെ? കോമ ഇട്ടേക്കണം കേട്ടോ. കാരണം നിങ്ങൾ ഈ എഴുതി വെക്കുമ്പോഴേ ഇങ്ങനെ നിരത്തി എഴുതുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ ഫോൺ നമ്പർ പോലെ കിടക്കുന്നതാണ്. അപ്പോൾ കോമയും ഈക്വലും ഒക്കെ ഇട്ടോണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിന് ഈക്വലാണിത്, ഇതിന് ഈക്വലാണിതെന്നുള്ള കേട്ടോ. ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ഈക്വലാണ്. അപ്പോൾ കോമ ഇടുന്ന് വെച്ച് കഴിഞ്ഞാലേ കേട്ടോ, എല്ലാം കൂടെ അല്ലെങ്കിൽ എന്നറിയാൻ വേണ്ടി കേട്ടോ. അപ്പം 1/2ൻ്റെ എഴുതി. അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? 1/3യുടെയാണ് അല്ലേ? മേളി 1 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 3 4 5 6 7 8 9 10. ബൈ 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 ബൈ. എവിടെ ഇല്ലയോ? അടുത്ത 3 2 3 6 3 3 9 4 3 12 5 3 15 6 3 18 21 28 3 24 9 3 27 10 3 30. നമുക്ക് 10 വരെ എങ്ങോട്ട് കിടപ്പുണ്ട് ഇഷ്ടം പോലെ ടേബിൾ. മിനിമം നമുക്ക് 10 വരെ നോക്കാം. നിങ്ങൾക്ക് അത്ര അറിയാവോ കുഞ്ഞുങ്ങളെ? അങ്ങോട്ടൊരു 15 വരെയൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മളോട് ചോദിച്ചാൽ ചുവടെ പറയും ഇതെല്ലാം സംഖ്യാജോഡികളാണ്. ഇതിനാണ് ഈ സംഖ്യാജോഡി എന്നുദ്ദേശിക്കുന്നത് കേട്ടോ, ജോഡി പെയർ. അപ്പം ഇവിടെ ഒരേ ഛേദമുള്ള, ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററുള്ള 3 രൂപം കണക്കാക്കുക. ഛേദം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇവിടെ ഡിനോമിനേറ്ററാണ് അല്ലേ? ഒരേപോലെ വന്ന് നോക്കിയേ. ഇവിടെ 2 ഇവിടെ ഉണ്ടോ? ഛേദം 2 ഉണ്ടോ? ഇല്ല. ഇവിടെ 4 ഉണ്ട്. ഇവിടെ ഛേദം 4 വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെയൊക്കെ 6 ഉണ്ട്. ഇവിടെ 6 വല്ലതും ഉണ്ടോ? ഉണ്ട്. വേണ്ടേ? ഏതാ ഒരേ ഛേദം വന്നേ? വേണ്ടേ? ഇതിന് 6ആണ്, ഇവിടെയും 6ആണ്. മനസ്സിലായോ? ഛേദം ഒരുപോലെ വന്നില്ലേ? ഛേദം എന്ന് വെച്ചാൽ എന്താ? ഈ ഡിനോമിനേറ്റർ വരുന്ന ഛേദം 6 വന്നില്ലേ? ഇവിടെ 6 വന്നില്ലേ? ഒരേ ഛേദമുള്ളതെന്നേ പറയുന്നുള്ളൂ. അംശവും ഛേദവും ഒരുപോലെ വന്നെന്നല്ല നമ്മളോട് ചോദിച്ചത്. ഛേദം ഒരുപോലെ വന്നതെന്ന് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിക്കേ, വേറെ ഏതാ? 8 ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. 10 ഉണ്ടോ ഇവിടെ? ഇല്ല. 12 ഉണ്ടോ? ഉണ്ട്. നോക്കിയേ, 6/12. ഇവിടോ 4/12.
ഇനി 14 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഇല്ല. അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? 9/18. ഇവിടോ 18 ഉണ്ടല്ലോ, 6/18 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് എടുക്കാമെങ്കിൽ കിട്ടും. പക്ഷെ നമ്മുടെ അടുത്ത് 3 രൂപങ്ങൾ എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് 3 എണ്ണം എഴുതിക്കൂടാ കുഞ്ഞുങ്ങളെ, ഒരേ ഛേദമല്ലേ? നോക്കി, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 12, ഇവിടെയും 12, ഇവിടെ 18, ഇവിടെയും 18. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, ഇത് 3ന്റെ ടേബിൾ അല്ലേ? 3ന്റെ ടേബിൾ അല്ലേ കുഞ്ഞുങ്ങളെ ഇത്? അല്ലേ? 3/3, ഒരു 3, 3, 23, 6, 3, 9 അല്ലേ? പിന്നെ താഴെയോ? താഴെ നോക്കിയേ, 1 6 6, 2 6 12, 3 6 18, 4 6 3 6 18 ആണെങ്കിൽ 4 6 എവിടെ? ഊട്ടിയാണോ കുഞ്ഞുങ്ങളെ? അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്ക് 3/6 അല്ലേ, 6/12, 9/18, ഇതൊക്കെ ഇങ്ങനെ 3 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ഇവിടെ 2/6 അല്ലേ, 4/12, 6/18 ഇതാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഡിനോമിനേറ്റർ ഇതിൻ്റെ എല്ലാം ശരിയാണ്. നോക്കിയേ, 3 6 9, 3ന്റെ ടേബിളാണ് ഇവിടെ പോയിരിക്കുന്നത്, 6ന്റെ ടേബിളാണ് ഇവിടെ പോയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ 2ന്റെയും ഛേദം, നമ്മളോട് ഛേദത്തിനെ കുറിച്ചാണ് ചോദിച്ചു. ഇപ്പോൾ 2ന്റെയും ഛേദം എന്താ കുഞ്ഞുങ്ങളെ? 6ന്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 6ന്റെ ടേബിളല്ലേ വന്നിരിക്കുന്നത് കേട്ടോ. 6ന്റെ ഗുണിതങ്ങളാണ് വന്നിരിക്കുന്നത്, 6ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. രൂപം കണക്കാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക കേട്ടോ, ഗുണിതങ്ങൾ കണക്കാക്കുക. 6ന്റെ മൾട്ടിപ്പിൾ വല്ല മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് ഏതാണോ ചോദിക്കുന്നത്, ടേബിൾ അറിയാവോ? സത്യത്തിൽ ടേബിൾ ഒക്കെ പഠിക്കണം. ടേബിൾ ഇതുപോലെ എഴുതി വെക്കുക. കാരണം ഇങ്ങനെ ഇട്ട് ഓരോന്നിങ്ങനെ ഇങ്ങനെ താപ്പോട്ട് ചെയ്യുന്നത് നല്ലതാവും നിങ്ങൾ കേട്ടോ. ഇതൊരു എളുപ്പ വഴിക്ക് പറഞ്ഞതാ. അപ്പോൾ അതിങ്ങനെ എഴുതുക. അതിനകത്തിൽ ഛേദമുള്ളത് ഒരുപോലെ ഉള്ളതിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് പറക്കി എഴുതിയതാണ്. പറക്കി എഴുതിയപ്പോൾ നോക്കിക്കേ, നമുക്ക് 2ന്റെയും ഛേദം നോക്കിക്കേ, 2ന്റെയും ഛേദം നമുക്ക് 6ന്റെ മൾട്ടിപ്പിളാണ് വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ കേട്ടോ. നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. അടുത്ത നോക്കിയോ നിങ്ങളെ, 1/2ഉം 1/4ഉം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ 1/2 എന്ന് പറയുന്നത് എന്താ? 1 എന്ന് വെച്ചാൽ 2 3 4 5 6 7 8 9 10. കാരണം 1ന്റെ ടേബിളാണ് കേട്ടോ, 1ന്റെ ടേബിളാണ്. 2 2ന്റെ ടേബിൾ, 2 4 6 8 10 12 14 16 18 20. ഈക്വൽ ഇടണ കേട്ടോ. ഞാൻ ഇച്ചിരി അടുത്ത് പോയി അല്ലേ? ഓക്കെ, ഇനി എഴുതാ വെച്ചേ 1/4. അപ്പം മേളി 1 ആയതുകൊണ്ട് 2 3 4 5 6 7 8 9 10. താഴെ 4 ആണ് അല്ലേ? 4ന്റെ ടേബിള് അറിയാവോ? ഒരു 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 10 4 40. ഓക്കെ, നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. 1/2 ഇതിലുണ്ടോ? ഇല്ല. 2/4 ഉണ്ടോ? ഛേദം ഒരുപോലെ വരണം. നോക്കിയേ, 2/4 4 വന്നു. ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഒരുപോലെ വരണം. 4 വന്നല്ലോ. അടുത്ത 6 ഉണ്ടോ കുഞ്ഞുങ്ങൾ ഇതിനകത്ത്? ഇല്ല. 8 ഉണ്ടോ? 8 ഉണ്ട്. കണ്ട 4/8 2/8. അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? 10 ഉണ്ടോ? ഇല്ല. 12 ഉണ്ടോ? ഉണ്ട്. ഏതാ? 6/12 3/12. അടുത്ത 14 ഉണ്ടോ? ഇല്ല. 16 ഉണ്ടോ? ഉണ്ട്. 16 ഉണ്ട്. 8 16 3 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ അത്ര എഴുതിയാൽ മതി അല്ലേ? പിന്നെ 20 ഉണ്ടല്ലേ? 10/20 5/20. ഓക്കെ, ഇത്രയും എഴുതാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കിട്ടിയത്? ഫസ്റ്റിൽ 2/4 4/8 6/12 8/16 10/20. 3 എണ്ണേ ചോദിച്ചുള്ളൂ അല്ലേ? എന്നാലും എഴുതാം. അടുത്ത പിന്നെന്താ കുഞ്ഞുങ്ങളെ? 1/4 2/8 പിന്നെ 3/12 പിന്നെ 4/16 5/20. ഒരേ ഡിനോമിനേറ്റർ വന്നതാണ് അല്ലേ? ഒരേ ഛേദം വന്നതാണ് അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താ നോക്കിയോ നിങ്ങളെ? ഇവിടെ നോക്കിയേ, 2 4 6 8 1 2 3. താഴെ നോക്കിയ ഛേദം 4 8. താഴെ എന്താ വന്നിരിക്കുന്നത്? 4ന്റെ ടേബിളാണ് വന്നിരിക്കുന്നത്, 4ന്റെ അല്ലേ? രണ്ടിടത്ത് നോക്കിയേ, 4ന്റെ മൾട്ടിപ്പിളാണ് വന്നിരിക്കുന്നത്. എന്താണ്? 4ന്റെ മൾട്ടിപ്പിളാണ് രണ്ടിടത്തും വന്നിരിക്കുന്നത് അല്ലേ? ഏതിൻ്റെയാ? 4ന്റെ ഗുണിതങ്ങളാണ്. ഗുണിതങ്ങൾ
ഓക്കെ ആണോ? ഇതിനകത്തിൽ ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിങ്ങനെ എഴുതുക, ഒരേപോലെ ഉള്ളതിനെ പറക്കി എഴുതുക. അപ്പം നമുക്ക് എന്താണോ കിട്ടുന്നതെന്ന് എഴുതാം. ഒരെണ്ണം കൊണ്ടുണ്ട് അതുകൂടെ ചെയ്യാം. നോക്കിയോ നിങ്ങളെ, 1/3 1/4 അടുത്ത 1/3 1/4 എല്ലാം 1 മുകളിൽ അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 8 9 10 1/3 3യുടെ ടേബിൾ 1 3 2 3 6 3 9 4 3 12 5 3 15 6 3 18 7 3 21 8 3 24 9 3 27 10 3 30. ഓക്കെ, ഈക്വൽ ഇട്ടോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഈക്വൽ എന്ന് വെച്ചാൽ അതിന് ഈക്വലാണിത്. ഓക്കെ, ഇനി അടുത്ത 1/4 1/4 2/8 3/12 4 5 6 7 8 9 10. ഇതാ കുറച്ചുകൂടെ അല്ലേ എളുപ്പം എഴുതാൻ പറ്റും. ഓക്കെ, ഒരു 3 4 16 എന്നാൽ 20 6 4 24 7 4 28 8 4 32 9 4 36 14 40. ഓക്കെ ആണോ നിങ്ങളെ? അതിൻ്റെ തന്നെ താഴെ എഴുതി വെക്കണേ കേട്ടോ. എല്ലാം ഈക്വൽ ഇട്ട് വേണോ എഴുതാൻ. ഇനി ഒരുപോലെ വന്ന് നോക്കിക്കേ. 4 ഉണ്ടോ? ഇല്ല. 6 ഉണ്ടോ? ഇല്ല. 9 ഉണ്ടോ? ഇല്ല. 12 ഉണ്ടോ? ഓക്കെ, 12 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു 12, ഇവിടെ ഒരു 12. ഓക്കെ, 15 ഉണ്ടോ? ഇല്ല. 18 ഉണ്ടോ? ഇല്ല. 21 ഉണ്ടോ? ഇല്ല. 24 ഉണ്ടോ? ഉണ്ട്. 8 24 6 24. പിന്നെ ഏതാ നിങ്ങളെ? ഇനി 3 എണ്ണം വേണം അല്ലേ? അപ്പം നമ്മൾ ഇനി എഴുതിയെങ്കിലേ ഒക്കത്തുള്ളൂ. 3 എണ്ണം വന്നില്ല. 11 33 12 36. ഇവിടെ നോക്കിക്കേ, 10 4 40 10 ഇവിടെ ഇച്ചിരി എഴുതാൻ കുഞ്ഞിങ്ങളെ. 11 12 വരെ നമുക്ക് എഴുതാം കേട്ടോ. 36 4 40 44 4 48 വരെ എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ 12 36 വന്ന്, ഇവിടെ നോക്കിയേ 9 36 വന്ന്. കണ്ടോ? ഒരുപോലെ 3 എണ്ണം ചോദിച്ച് 3 എണ്ണം എഴുതിയാൽ മതി ഒരേപോലെ. ഇവിടെ ഏതൊക്കെയാ? 4/12 നമുക്ക് കിട്ടി. ഇവിടെയും 12. അടുത്ത 8/24 വന്നു. 12/36. വല്ലോ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? അതായത് നമ്മൾ ഈ ടേബിൾ അതുപോലെ എഴുതുക. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ വരുന്നത്. ഇവിടെ നോക്കിക്കേ, 3 ഇല്ല, 6 ഇല്ല, 9 ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് 12 ആണ് അല്ലേ? 12 ഇവിടെ ഉണ്ട്. അപ്പോൾ ഉള്ളതിനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3 എണ്ണം ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എഴുതാം. 3 എണ്ണേ ചോദിക്കുന്നുള്ളതുകൊണ്ട് 3 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, 3/12 പിന്നെ 6/24 9/36 അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിക്കേ, എന്താ നിങ്ങൾ ഇവിടുത്തെ ഛേദങ്ങൾ നോക്കിക്കേ. 12ൻ്റെ ടേബിളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ 12ൻ്റെ ടേബിളാണ് വന്നിരിക്കുന്നത്. 12ൻ്റെ ടേബിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഇതിങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തന്നത് കേട്ടോ. ഇനി ഇതിനെ വേറെ രീതിയിലൊക്കെയും ചെയ്യാം. ഇത് ഞാനൊരു എളുപ്പ വഴിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതിനെ വേറെ രീതിയിലൊക്കെയും ചെയ്യാതിരിക്കും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ, അത്രയും നോക്കാം. അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഇക്വലൻ്റ് ഫ്രാക്ഷനാണ് പഠിച്ചത്. ടേബിൾ എഴുതിയാൽ മതി. അതിൻ്റെ കുറേ ഈ എക്സർസൈസ് ക്വസ്റ്റ്യനൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അത് മനസ്സിലാക്കി തന്നെ എഴുതണേ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളോട് ചോദിച്ച എല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞതാണ്. ന്യൂമറേറ്ററിനാണ് അംശമെന്ന് പറയുന്നത്, ഡിനോമിനേറ്ററിനാണ് ഛേദം എന്നും പറയുന്നത് അല്ലേ? ഇവിടെ നമ്മളോട് ഒരേ ഛേദമുള്ള 3 രൂപ എഴുതാൻ ചോദിച്ച് ഒരു 3 കണക്കാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻ്റെ പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ ഇവിടെ വരെ ആയില്ല, എന്നാലും ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ നോക്കിയേ, മുമ്പ് നമ്മൾ ചെയ്ത രീതിയിലേ, ഇപ്പോൾ 2/3 2/3 മുമ്പ് നമ്മൾ ചെയ്ത ഇവിടെ നോക്കിയേ, ഛേദം നമുക്ക് തന്നിട്ടില്ല. മുമ്പ് നമ്മൾ ഛേദം എന്ന് വെച്ചാൽ എന്താ? ഡിനോമിനേറ്റർ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാ തന്നതിൻ്റെ ചെറിയ സംഖ്യ നോക്കുക. എന്താ കുഞ്ഞുങ്ങളെ? തന്നതിൻ്റെ, ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാലേ തന്നതിൻ്റെ ചെറിയ സംഖ്യ ഇത് തന്നിട്ടുണ്ടല്ലേ? 2 × എത്രയോ 10 എത്രയാ? 2 × 5 ആണ് 10 അല്ലേ? ആ 5 തന്നെ താഴെ അങ്ങ് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. 3 × 5 എത്ര? 15 അല്ലേ? മുമ്പ് നമ്മൾ ചെയ്ത ഇതല്ലേ കുറേ. ഓക്കെ ആണോ നിങ്ങൾ? ഇവിടെ നോക്കിക്കേ, 4/10 20 അതായത് ഇവിടെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തന്നിട്ടില്ല. എന്താ തന്നത് നോക്കിയേ? ഇത് മുകളിലത്തെ ന്യൂമറേറ്റർ തന്നിട്ടുണ്ട് അല്ലെ? അംശം തന്നിട്ടുണ്ട്. 4 × ചെറിയ സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ട, ചെയ്യാൻ എളുപ്പത്തിൻ്റെ കേട്ടോ. ഈ 4നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ വലിയ സംഖ്യ കിട്ടും, അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ തന്നിരിക്കുന്നത്, ഇവിടെ തന്നിട്ടില്ലല്ലോ. തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യ ഇതാണല്ലോ 4. അതിനെ എത്ര കൊണ്ട് ഇൻറ്റു
ഇൻറ്റു ചെയ്താൽ നമുക്ക് 20 കിട്ടും. എത്ര കുഞ്ഞുങ്ങളെ? 4 ഇൻറ്റു 5 ആണ് 20. ആ 5 തന്നെ നമ്മൾ എന്താണോ എടുക്കുന്നത് അത് തന്നെ താഴെ കൊടുക്കുക. 10 ഇൻറ്റു 5 50. മനസ്സിലായോ? നമുക്ക് അംശമോ ഛേദമോ തന്നില്ല, ഒരു വശത്ത് തന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കിയേ 2/20. ഇവിടെ നോക്കിയേ അംശമല്ലേ, ന്യൂമറേറ്റർ തന്നിട്ടില്ല, ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ നോക്കുക. തന്നിരിക്കുന്നതിൽ ചെറുത് 20 ആണ്. 20ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 40 കിട്ടും? 20 ഇൻറ്റു 2 ആണ് 40, 40. ആ 2 തന്നെ മേളിൽ കൊടുക്കുക. 2 ഇൻറ്റു 2 4. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ നോക്കിയേ 10/20 തന്നിരിക്കുന്ന ഏതാ? താഴത്തെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമാണ് തന്നെ. ചെറിയ സംഖ്യ 4 ആണ്. ഈ 4ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ നമുക്ക് 20 കിട്ടും? 4 ഇൻറ്റു 5 അല്ലേ? 5 4 20. ആ 5 തന്നെ മേളിൽ കൊടുത്താൽ മതി കുഞ്ഞുങ്ങളെ. 5 ഇൻറ്റു എത്രയാണ്? 10. 5 ഇൻറ്റു 2 ആണ് 10. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ എടുത്തിട്ട്, തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ അല്ലെ, സ്മാളസ്റ്റ് അല്ലേ, ചെറിയ സംഖ്യ എടുത്തിട്ട് അതിനോട് എത്ര ഇൻറ്റു ചെയ്താൽ നമുക്ക് ആ വലിയ സംഖ്യ, ഈ ഒരൊറ്റ ക്ലൂ പഠിച്ചാൽ മതി, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിക്കേ, ഇവിടെ നോക്കിയേ, എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ? ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ തന്നിട്ടില്ല, അതായത് അംശം തന്നിട്ടില്ല, ഛേദം തന്നിട്ടുണ്ട്. ഛേദത്തിലെ ചെറിയ സംഖ്യ ഏതാണ്? 7 ആണ്. ഈ 7ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ നമുക്ക് ഈ വലിയ സംഖ്യ കിട്ടും? 7 ഇൻറ്റു 10 ആണ്. ആ 10 തന്നെ മുകളിൽ കൊടുക്കുക അല്ലേ. എത്ര ഇൻറ്റു 10? 80. 8 ഇൻറ്റു 10 80. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 26 എക്സസൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇതിൻ്റെ കമൻറ്റിൽ പറയണേ നിങ്ങൾ കേട്ടോ, പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് കേട്ടോ, കമൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട് കുഞ്ഞുങ്ങളെ. അത് കണ്ടിട്ട് നിങ്ങളുടെ എന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.